അടുത്തതായി ഈ ഒരു പരിപാടിക്ക് ആശംസകൾ പറയാനായിട്ട് മുൻ MP ആയിരുന്ന ആരിഫ് സാറിനെ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീമതി ഗായത്രി അരുൺ, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷർലി ഭാർഗവൻ, ഷമി സാറ്, മാറാന തുടങ്ങി ഗായത്രി അവരുടെ അഭിതകാംക്ഷകളെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കൾ, നമ്മുടെ ചേർത്തലയ്ക്ക് ഒരു നല്ല സൗന്ദര്യവർദ്ധക സ്ഥാപനം കൂടി വന്നിരിക്കുകയാണ്. അതും ഗായത്രി ആയിരുന്ന ഒരു ബ്രാൻഡ് നെയിമായി മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ഒരു സ്ഥാപനം കൂടി വരുന്നത് സൗന്ദര്യ ആസ്വാദകർക്കും സൗന്ദര്യ പ്രേമികൾക്കും നല്ലൊരു അവസരമാണ്. ഞാനാണെങ്കിൽ ചെറുപ്പം മുതലേ എൻ്റെ പൊതുജീവിതത്തിൽ മത്സരിക്കുന്ന സമയത്തെല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്, സദാ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. പോകണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെയെങ്ങാനും വെച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സത്യം പറയാൻ. പക്ഷെ അവിടെ എങ്ങാനും വെച്ച് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് പോയാൽ അതൊരു തെളിവായി മാറുമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പോകാത്തത്. അപ്പോൾ എന്തായാലും ജെൻസിന് വേണ്ടിയിട്ടുള്ള ഒന്നും ഇപ്പോൾ തൽക്കാലം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശരി, വരുമ്പോൾ ഈ ഗായത്രി ആണെങ്കിൽ ഈ സിനിമ രംഗത്തുള്ളത് കൊണ്ട് അവിടെ നിന്നൊക്കെ കിട്ടിയ കുറേ ടിപ്സൊക്കെ നന്നായിട്ടുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൂടിയൊക്കെ ആഡ് ചെയ്ത് ജെൻസിന് വേണ്ടി വരുന്ന സമയത്ത് ഇതുവരെ പോകാത്തതിൻ്റെ ഒരു ക്ഷീണം മാറ്റി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൺസെഷൻ റേറ്റിലൊക്കെ എല്ലാവർക്കും കൊടുക്കുക. ഇത് നല്ല ആംബിയൻസ്, നന്നായി അത് ഫർണിഷൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഒന്നാണ്. എന്തായാലും നെയിലൻഡ് ഹെയർ സ്റ്റുഡിയോ ഗായത്രി എന്ന ബ്രാൻഡ് നെയിമിൽ നല്ല നിലയിൽ കൂടുതൽ ബ്രാഞ്ചസ് തുറക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇനി എല്ലാവർക്കും താഴെ സീറ്റുകളിലേക്ക് ഇരിക്കാവുന്നതാണ്. പിന്നെ പ്രിയാനാവും രാംജിയും ഒന്ന് സ്റ്റേജിലൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യേണ്ടതാണ്. ബാക്കി എല്ലാവർക്കും സീറ്റുകളിലേക്ക് ഇരിക്കാവുന്നതാണ്. ആൻഡ് ബാക്കി ഞാൻ പറയുന്നില്ല, സർപ്രൈസ് കൊടുക്കുന്നില്ല. ആൻഡ് ഇറ്റ്സ് ഓവർ ടു യു ഗായത്രി ചേച്ചി. അത് പറയാനായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആളെ തന്നെ ഞാൻ വിളിക്കുവാണ്. ഗായത്രി ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്വപ്നം സാക്ഷാത്കരിച്ചൊരു ദിവസമാണ്. കുറച്ച് നാളുകളായിട്ട് വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് നീലേജ് ബൈ ഗായത്രിയാണ്. ഒരിക്കലും ഒരു സംരംഭകയാവാൻ എനിക്കൊരു താല്പര്യമില്ലാതിരുന്ന ആളാണ്. കാരണം ഞാനൊരു ബിസിനസ്മാൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ബിസിനസ്സുകാരെ സമ്മതിക്കണം, എനിക്ക് പറ്റില്ല ഈ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ നീലേജ് ബൈ ഗായത്രിയുടെ ഉദ്ഘാടനം വരെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്വപ്ന സംരംഭത്തിന് എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. അതിൽ തുടക്കം മുതൽ എൻ്റെ കൂടെയുള്ള ഒരാൾ ആണ് പ്രിയേച്ചി. പ്രിയേച്ചി ഇതിൻ്റെ ഡിസൈനറാണ്. നീലേജ് ബൈ ഗായത്രിയുടെ കളർ തീം ഉൾപ്പെടെ അത് ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഡിസൈൻ നമുക്ക് ആദ്യം ഒരു ഐഡിയ അല്ലെങ്കിൽ അതിനൊരു രൂപം നമുക്ക് കാണിച്ചു തന്നത് പ്രിയേച്ചിയാണ്. ഞാനിപ്പം കുറച്ച് ചടങ്ങുകളും കൂടെ ബാക്കിയാണ്. പക്ഷെ പ്രിയേച്ചിക്ക് തിരുവനന്തപുരത്താണ്, അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളിക്കാരുടെ ഓപ്പറേഷൻസ് ഒക്കെ. പ്രിയേച്ചിക്ക് പോകേണ്ട ഒരു തിരക്കല്ല, ഒരു ഫാമിലിയിലെ ഒരു ക്ലോസ് ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ കിട്ടിയിട്ടാണ് പ്രിയേച്ചിയുടെ നിൽക്കുന്നത്. പ്രിയേച്ചിക്ക് പോകേണ്ട തിരക്കൊന്നുകൊണ്ട് പ്രിയേച്ചിക്ക് ചെറിയ സ്നേഹോപകാരം നൽകുകയാണ്. എന്നായിട്ട് രാംജി ക്ഷണിക്കുന്നു. അപ്പം പ്രിയേച്ചി പറയുന്ന കാര്യങ്ങൾ അതിൽ വെറൈറ്റി ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത് പ്രിയേച്ചിയുടെ ഡിസൈനറാണ്. പ്രിയേച്ചിയുടെ ഡിസൈനറാണ് നെയിലിറ്റ് എന്ന ലോഗോ ഡിസൈൻ ചെയ്തതും അതിൻ്റെ കളർ തീം ഡിസൈൻ ചെയ്തതും ഒക്കെ. ആള് പേര് വിളിച്ചാൽ ഓടിക്കളയുന്ന പ്രിയേച്ചി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാവരും ജയരാജ് ഒന്ന് വേദിയിലേക്ക് വരും പ്ലീസ്, ഒന്ന് വരും പ്ലീസ്.
താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഗായത്രി നിഷയുടെ ഗുരുവും സുഹൃത്തുമായ രാംജിയെ 2 വാക്ക് പറയാനായിട്ടും ആശംസകൾ പറയാനായിട്ടും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. രാംജി. എല്ലാവർക്കും നമസ്കാരം. ഗായത്രിയെ ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് ഗായത്രി സിനിമ സീരിയൽ രംഗത്ത് മിന്നി നിൽക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഗായത്രി ഒരു എഴുത്തുകാരിയായി ഒരു പുസ്തകം പ്രത്യേകിച്ചു, ഒറ്റ പുസ്തകം എഴുതാൻ പോകുന്നു, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ അതാ ഒരു ഓൺട്രപ്രനറായി. ഈ ഓൺട്രപ്രനർ എന്ന് പറഞ്ഞാൽ അന്തർപ്രേരണയാണ് നാളൊരാൾ എന്നോട് പറഞ്ഞ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വനിതാ സംരംഭകം ഉണ്ടായി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രം കൈവരിച്ച നേട്ടത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു വലിയ വനിതാ സംരംഭകയായിട്ട് വളർന്നു വരാൻ എല്ലാ അനുഗ്രഹങ്ങളും ഗായത്രിക്ക് ഉണ്ടാവട്ടെ. ലോകത്ത് പേര് കേട്ട വനിതാ സംരംഭകർ ഒരുപാട് പേര്, മലയാളികളായിട്ടുള്ളവരും ഒരുപാട് പേര്. ആ കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്നൊരു പേരായിട്ട് ഗായത്രിയുടെ പേര് മാറട്ടെ. ബഹുമാനപ്പെട്ട മുൻ MP ആരിഫ് ജി പറഞ്ഞതുപോലെ ഗായത്രി അതിനൊരു ബ്രാൻഡ് നെയിമായി. ആ ബ്രാൻഡ് നെയിം ചേർത്തലക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡ് നെയിമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നന്ദി രാംജി. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് പരസ്പരം, കുങ്കുമപ്പൂവ്, ചന്ദനവാഴ എന്നീ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ പ്രൊഡ്യൂസർ സാറായ ജയകുമാർ സാറിനെ ആശംസകൾ അർപ്പിക്കാനായിട്ട് വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വലിയ കൈയ്യടി കൊടുത്ത് നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. വേദിയിലെ സദസ്സിലുമുള്ള ബഹുമാനീയരെ, ഗായത്രി ഒരു പുതിയ സംരംഭത്തിലേക്കുള്ളൊക്കെ കാൽവെക്കുന്നുവെന്ന് കേട്ടപ്പോൾ അതീവ സന്തോഷമുണ്ട്. ഞാനിവിടെ പറഞ്ഞതുപോലെ ഒരു സീരിയൽ മീഡിയ, ആദ്യം പ്രിന്റ് മീഡിയയിൽ നിന്നും സീരിയലിലേക്കും അതുവഴി സിനിമയിലേക്കും ഇപ്പോൾ വെബ് സീരീസിൻ്റെ ഡയറക്ഷനാണെന്ന് തോന്നുന്നു. പണിപ്പുരയിലാണെന്ന് കേട്ടു. അവിടുന്ന് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് ഇങ്ങനൊരു പുതിയ ചുവട് അറിയിച്ചു. ഗായത്രി ആണെന്ന് ഞാൻ കാണുമ്പോൾ മാതൃഭൂമിയിലെ ആലപ്പുഴ യൂണിറ്റ് ബിൽഡിങ്ങിൽ വെച്ച് പരസ്പരത്തിൻ്റെ ഓഡീഷൻ കഴിഞ്ഞിട്ട് ആരെയും തൃപ്തിപ്പെടാതിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞിട്ടാണ് ഗായത്രിയെ കോണ്ടാക്ട് ചെയ്തത്. അന്ന് ഗായത്രി ചോദിച്ചൊരു സംശയമുണ്ട്, സാർ ഈ IPS ക്യാരക്ടർ പോലീസ് വേഷത്തിലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം പ്രകടിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പോലീസ് IPS ആണെങ്കിലും അതിനകത്തെ ക്യാരക്ടർ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞ വളരെ പരിചിതമായ വീട്ടിലെ പെൺകുട്ടി എന്നുള്ള കഥാപാത്രമാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നെങ്കിലും, ആ കഥാപാത്രം അങ്ങനെ ആയിരുന്നെങ്കിലും IPS സാധാരണ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന സുരേഷ് ഗോപിയുടെയും മമ്മൂട്ടിയുടെയും ലാലിൻ്റെയൊക്കെ ഈ ചടുലമായ പോലീസ് വേഷവും പവർഫുള്ളായിട്ടുള്ള ഡയലോഗുകളും ഒക്കെ അല്ല. IPS ട്രെയിനിങ്ങാണ് എങ്ങനെയാണ് IPS മോൾഡ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് അതിലൊരു സീരിയലിലാണ് നമ്മൾ കാണുന്നത്. അതൊരു വനിതയായ IPS ഓഫീസറെ വെച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ ഈ റോക്ക് ക്ലൈംബിങ്ങും ഒരുപാട് ടഫ് ആൻഡ് റഫായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കുന്നത് സിനിമയിൽ നിന്ന് ഇതുവരെ കാണിച്ചിട്ടാത്ത തരത്തിൽ ആ ട്രെയിനിങ് കാണിക്കുന്നത് അത്ര ഇഷ്ടപ്പെട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. അതേപോലെ തന്നെയാണ് അവസരത്തെ അനവധി രാത്രികൾ ഉറക്കം വിളച്ച് പുറത്തോട്ട് ക്യാമറ എടുത്തും മഴ പെയ്യുക. വീണ്ടും അങ്ങനെ 3-4 രാത്രി കൊണ്ടാണ് ഒരു ഫൈറ്റ് സീനൊക്കെ ഒരു പുള്ളിയിലെ ചെയ്തത്. അങ്ങനെ എന്തായാലും കഷ്ടപ്പാടിൻ്റെ ഒരുപാട് കാര്യങ്ങളോട് ഞങ്ങൾ 5-5.5 വർഷം കടന്നുപോയിട്ട്. അപ്പോൾ ആ ഗായത്രിക്ക് ഈ പുതിയ സംരംഭത്തിൽ ഈ എല്ലാവിധ ഭാവങ്ങളും നേടുകയാണ്. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി ജയകുമാർ സാർ. ഈ വേദിയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഏഷ്യാനെറ്റ് വേദിയിൽ ഒരുപാട് നന്ദി. മറ്റുള്ളവരുടെ എല്ലാം എത്തിച്ചേർന്ന് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നീലിറ്റിന്റെ ഭാഗത്തു നിന്ന് ഞാൻ നന്ദി പറയുവാണ്. അടുത്തതായി ആദരിക്കൽ ചടങ്ങാണ്. അതിനായി ഞാൻ ഗായത്രി ചേച്ചിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാണ്.
അപ്പോൾ ചേച്ചി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. നന്ദി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് പെട്ടെന്നുണ്ടായ ഒരു ആശയമാണ്. അത് ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാക്ഷാത്കരിക്കാനായിട്ട് ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അതെങ്ങനെയാണല്ലോ ഒരു സംരംഭത്തിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളുണ്ടാവും. നമ്മൾ പലപ്പോഴും അതിൽ വിറ്റ്നസ് ചെയ്ത് സാക്ഷിയായിട്ട് നിൽക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. പല പണികളും ഇന്നലെ രാത്രി തന്നെ ഞാൻ അരുണിനോട് ചോദിച്ചു, നമുക്ക് മാറ്റി വെക്കേണ്ടി വരുമോ? ഇന്നലെ രാവിലെ നെയ്റ്റിൻ്റെ പണി കാണാൻ എങ്ങനെയായി, എല്ലാ പണിയൊക്കെ തീർന്നോ എന്ന് പറഞ്ഞ് നോക്കാൻ വന്നവരൊക്കെ ചോദിച്ചു, ഇത് എന്താണിത്, തീരുമോ പണി എന്ന് ചോദിച്ചു. പക്ഷെ അത് രാത്രിയും പകലും എന്നില്ലാതെ നിന്ന് കഷ്ടപ്പെട്ട് വീട്ടിൽ പോലും പോവാതെ എപ്പോൾ വിളിച്ചാലും നമ്മൾ എന്തെങ്കിലും ചെറിയ പണികളാണെങ്കിൽ പോലും വന്ന് തീർത്ത് തന്ന കുറച്ച് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരെ ആദരിക്കാനുള്ള ഒരു സമയമാണിത്. ആദ്യം തന്നെ ഞങ്ങൾക്ക് അരുണിൻ്റെ ടൈലിൻ്റെ ബിസിനസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അരുണിൻ്റെ ബിസിനസ്സിൽ അരുണിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബിനോയ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ടൈൽ വർക്ക് മാത്രമല്ല, ഇവിടുത്തെ എന്താ പറയുക, ക്ലീനിങ് വർക്ക് വരെ ഒരു മടിയും കൂടാതെ രാപ്പകലില്ലാതെ നമ്മുടെ കൂടെ നിന്ന് ചെയ്തതാണ്. ബിനോയ് ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. അതേയില്ല. മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്സ് ഒക്കെ ചെയ്ത സാജു ചേട്ടൻ. സാജു ചേട്ടൻ ഇതുപോലെ ഞങ്ങൾ രാത്രി 12 മണി 1 മണി സമയത്തൊക്കെയാണ് വിളിച്ചു വരുത്തുക. എന്തെങ്കിലുമൊക്കെ ഇന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട്. എപ്പോഴാണെങ്കിലും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. സാജു ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരുമോ? എല്ലാവരോടും ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞതാണ്. സാജു ചേട്ടൻ ഇവിടെ ഉണ്ട്. ഈ നെയ്ലിറ്റിൻ്റെ വർക്ക് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് രാവിലെയും ഒരു ചെറിയ പണി, അതായത് നമ്മുടെ കാർപ്പൻട്രി വർക്ക് ചെറിയ പണിക്കായിട്ട് ഇന്ന് രാവിലെ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സന്തോഷമായിട്ടുണ്ട്. സന്തോഷമായിട്ട് ഇവിടെ ഉണ്ടോ? സന്തോഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരൂ പ്ലീസ്. സന്തോഷമായിട്ടുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നെയ്ലിറ്റ്, ഇവിടെ ഈ വഴി പോകുന്നവർ ആദ്യം ശ്രദ്ധിക്കുക, നെയ്ലിറ്റ് എന്നുള്ള ബോർഡാണ്. പലരും നമ്മളോട് ചോദിച്ചു ഇത് ആരാണ് വർക്ക് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ അയൽവാസി കൂടെയാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ്റെ വർക്കിനെ പറ്റി നമുക്ക് ഒരു തരത്തിലും അയ്യോ സുരേഷ് ഏട്ടൻ ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊന്ന് മാറ്റി ചെയ്യുമെന്ന് പറയേണ്ടി വന്നിട്ടില്ല. 100% പെർഫെക്ഷനോടുകൂടി നമ്മുടെ ബ്രാൻഡിങ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്, ബോർഡിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് സുരേഷ് ഏട്ടനാണ്. സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. ഇതിന് നമ്മുടെ എന്ന് തുടങ്ങണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോണിലൂടെ എല്ലാ ഗൈഡൻസും എനിക്ക് തന്നിരിക്കുന്നത് ദിനസന്ധ്യേന എന്താണ് പൂജകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മണിക്കാണിത് മുഹൂർത്തം, എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുള്ളത് രാമേട്ടനാണ്. രാമേന്ദ്രേട്ടനെയും കൂടെ ഈ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. രാമേട്ടൻ ഞങ്ങൾ ഒരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ്, റിദംഭര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കോ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ട്രസ്റ്റീസാണ്. അവിടെ രാമേട്ടനും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ആവശ്യത്തിനും ഓടി എത്തുന്ന കോട്ടയ്ക്കലാണ് രാമേട്ടൻ്റെ സ്ഥലം. രാമേട്ടനെ ഞങ്ങൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്.
അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഈ ഒരു പ്ലാൻ ഞാൻ വെറുതെ ഇതുപോലെ അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമ്മുടെ തൊട്ടടുത്താണ്, മുട്ടം ബാങ്കിലാണ്, നമുക്കൊന്ന് പോയി സെക്രട്ടറിയെ കാണാം. അതായിരുന്നു നമ്മുടെ പ്ലാനിൻ്റെ തുടക്കം. മേഴ്സി മാമിനെ കണ്ടതോടുകൂടിയാണ് ഞങ്ങളുടെ പ്ലാൻ സത്യത്തിൽ ഓണായത്. മാം പിന്നെ ഞങ്ങളെ വിട്ടിട്ടില്ല. മാമിൻ്റെ ഇന്നലെ രാത്രിയിലും ഞാനിവിടെ തിരക്കിട്ട് വരുമ്പോൾ ഞാൻ മാം ക്ലീനിങ്ങിന് അതൊന്നും കുട്ടി പേടിക്കേണ്ട, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്ന മേഴ്സി മാമിനെ കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ നമുക്ക് ലൈസൻസിൻ്റെയും മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു തരാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തത് സണ്ണി സാറാണ്. സണ്ണി സാറിനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Ma'am, thank you. Shirley ma'am, Arif sir, thank you. Thank you ma'am, thank you. അതേപോലെ പ്രിയ ചേച്ചി ഡിസൈൻ ചെയ്തെങ്കിൽ അത് പൂർണ്ണ രൂപത്തിൽ എത്തിച്ചത് സ്പേസ് ലോജിക്സ് എന്ന കമ്പനിയാണ്. സ്പേസ് ലോജിക്സിൻ്റെ സാരഥി ജോഷിബായി ഇവിടെ എത്തിയിട്ടുണ്ട്. ജോഷിബായി വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുന്നു. ചെറിയ കയ്യടി ആവാം. ജോഷിബായിയുടെ വലങ്കൈയാണ് വിഷ്ണു. വിഷ്ണുവിനെ വിളിച്ച് ചീത്ത പറയാത്ത ദിവസങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ല, നമ്മുടെ എല്ലാ ടെൻഷൻസും നമ്മൾ തീർക്കുന്നത് ഇവരുടെയൊക്കെ മേലെയായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ കട്ട സപ്പോർട്ടാണ് നമ്മുടെ ഒരു ശക്തിയായിട്ട് നിന്നത്. വിഷ്ണു പ്ലീസ്, വിഷ്ണു കൂടെ ഒന്ന് വരും. നമ്മുടെ ഇവൻസിൻ്റെ കോർഡിനേഷൻ ചെയ്തത് പ്രവിശ്യയാണ്. പ്രവിശ്യ രാപ്പകലില്ലാതെ ഓടിയാണ് ഇത് ഇങ്ങനെ ഒരു ഇവൻ്റ് ഇന്ന് കണ്ടക്ട് ചെയ്തത്. പ്രവിശ്യയെ കൂടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രവിശ്യ ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഒരു പ്രവിശ്യ തന്നെ വാങ്ങിച്ചോളുന്ന പൊന്നാടയാണ്. ഇനി എനിക്ക് കുറച്ച് കട്ട ചങ്ക് ബ്രദേഴ്സ് ഉണ്ട്. അവരെയാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. വിഷറി എന്ന് പറഞ്ഞ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സംരംഭം അവർ ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത്. അവർ 4 പേരാണ് സുഹൃത്തുക്കൾ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരുടെ കൂടെ കുറേ ടീം മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയെ പറ്റിയൊക്കെ. സുമിൻ ഇന്ന് ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ സുമിൻ്റെ ടീം കുഞ്ഞാപ്പു, ഞാനിവരുടെ ഒഫീഷ്യൽ നെയിം എനിക്ക് വായിൽ വരില്ല. കുഞ്ഞാപ്പു, 2 അപ്പൂസ് ഉണ്ട്, ശ്രീഹരി ഉണ്ട്, അബി ഉണ്ട്. അപ്പു ഇപ്പം ക്യാമറ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അപ്പുവിന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരുടെയും കൊടുത്തിട്ട് വരാമെങ്കിൽ വരൂ.
അബി ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു നിങ്ങളുടെ ടീമിന് പറയാണ്. ഫ്രീ ആയിട്ടുള്ളവരൊന്ന് വേദിയിലേക്ക് വരും പ്ലീസ്. ഇവരുടെ കൂടെ നമ്മുടെ ആഡ്സിനൊക്കെ കട്ടിക്ക് നിന്ന 2 പേരുണ്ട്, സുലു ആൻഡ് കാവ്യ. 2 പേരെയും കൂടെ വിളിക്കുകയാണ്. ഇവരായിരുന്നു നമ്മുടെ മോഡൽസ്. നമുക്ക് ദൂരെ ഒന്നും പോയി വേറെ മോഡൽസിനൊന്നും തപ്പേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നു. സുലു ആൻഡ് കാവ്യ. കാവ്യല്ലേ ഇവിടെ? കാവ്യ ഇല്ല. ഓക്കെ, ടീം വിഷറി. അതേപോലെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എത്തിയിട്ടുണ്ടോ? ഓറസ്റ്റസിൻ്റെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഓൺലൈൻ പേജും വെബ്സൈറ്റും ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, ഗ്രാൻഡ് ആയിട്ടുണ്ട്, ഭയങ്കര ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ആരെങ്കിലും അവരുടെ ടീമിൻ്റെ, ഓറസ്റ്റസ് ടീമിൻ്റെ ആരെങ്കിലും ഉണ്ടോ? അവരെത്താൻ വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഓറസ്റ്റസ് ടീമിന് ഒരു സ്പെഷ്യൽ താങ്ക് യു പറയാണ്. കിഷോർ, ആതിര, ആനന്ദ്, ആരതി, ആനന്ദ്, നവ്യ, എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇന്ന് ഇത്രയും നേരം നമ്മളെ വയലിൻ വായിച്ച് വിസ്മയിപ്പിച്ച ദേവദത്ത് കൃഷ്ണ, യങ് ടാലന്റ് ആണ്, CBSE സ്റ്റേറ്റ് കലോത്സവത്തിന്റെ വിന്നറാണ്. അതിഗംഭീരമായിട്ട് വയലിൻ മാന്ത്രികൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന യങ് ഏജിൽ തന്നെ റീൽസൊക്കെ ഭയങ്കര വൈറലാണ്. വരുവാണ്. നമ്മുടെ MC ചെയ്തത് നമ്മുടെ കൊച്ചുമടിക്ക് ശ്വേതയാണ്. ശ്വേതയ്ക്ക് ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായിട്ടും അവരോട് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നതിന് ബിജു ചേട്ടാ താങ്ക് യു. എന്നെ ദിവസവും വിളിച്ച് എന്തായി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ച് ബിജു ചേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും, അച്ഛൻ, അമ്മ, ചിറ്റ, ചേച്ചിട്ട്, അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. സുഹൃത്തുക്കളായിട്ട് 2 പേരെ ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. എൻ്റെ സുഹൃത്തും എൻ്റെ ഡാൻസ് മാസ്റ്ററുമാണ് അബാദ്. ആൻഡ് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മുഖമാണ് ശ്രുതി രജനീകാന്ത്. ചക്കപ്പഴം എന്ന സീരിയലിലൂടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. 2 പേരും ഒന്ന്, അവരിപ്പോഴാണ് എത്തിയത്, ഞാൻ കണ്ടില്ല. 2 പേരും ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇല്ല, നിങ്ങൾക്ക് ഉപഹാരമൊന്നുമില്ല. ഡാൻസ് പഠിക്കണമെന്ന മോഹവുമായി എത്തിച്ചേർന്നത് അബാദിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് പുകഴ്ത്തി പറയാനാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഗായത്രി ചേച്ചിക്ക് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ
ആശംസകളും നേരെയാണ്. ഡാൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുപേരും പാട്ട് പാടാലോ അല്ലേ? ഒരു പുതിയ സംരംഭമാണല്ലോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരു വിഘ്നങ്ങളും ഇല്ലാതിരിക്കാനായിട്ട് സർവേശ്വരനും മൂകാംബിക അമ്മയും ചോറ്റാനക്കര അമ്മയും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഘ്നേശ്വരൻ്റെ ഒരു 2 അഗജാനന പദ്മാർകം അഗജാനന പദ്മാർകം ഗജാനനം അഹർനിശം അനേകദന്ത ഭക്താനാം ഏകദന്ത ഉപാസ്മഹേ ഏകദന്ത ഉപാസ്മഹേ. ഗായത്രി ചേച്ചിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഡാൻസ് വഴി തന്നെയാണ് ചേച്ചിയായിട്ട് നേരിട്ട് പരിചയമുള്ളത്. പക്ഷെ എനിക്ക് നല്ല ഫെമിലിയർ ആണ് ദീപ്തി IPS. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞു ഞാൻ ഗായത്രി ചേച്ചിയുടെ പരിപാടി ഗായത്രിയുടെ പരിപാടിയല്ലോ ദീപ്തിയുടെ പരിപാടിയല്ലേ. എല്ലാവരും ദീപ്തി അല്ല പേര് ഗായത്രി എന്നുള്ളത്. അത് തേച്ചാലും വായിച്ചാലും മാറില്ല. അതുകൊണ്ടാണ് നമ്മളെ കാര്യം നന്നായിട്ട് അറിയാം. എന്തോ ഉത്തരവാദി ഞാൻ കണ്ടിട്ടു. ഞാൻ ലൈവിലും കണ്ടായിരുന്നു. എത്താൻ കുറച്ചായിരിക്കും പക്ഷെ ബ്ലോക്കിലായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരുങ്ങിക്കെട്ടി വളരെ കുറച്ച് എനിക്ക് നെയ്യിൽ പേഴ്സണലി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇനിയിപ്പം എൻ്റെ വീട് ആലപ്പുഴയാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണ്, അമ്പലപ്പുഴയാണ്. അപ്പം ഇനി പോകുമ്പോൾ ഇവിടോട്ട് കയറിയ ഓഫീസിന് നെയ്യ് ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തായാലും ഇതിനൊരു പാട്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ അടുത്താണ് ഞങ്ങൾ കണക്റ്റഡ് ആയത്. പക്ഷെ പെട്ടെന്ന് തന്നെ നല്ല കമ്പനിയായി. ഞങ്ങൾ ഇനിയും ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വലിയ ഗുരു അനുഗ്രഹിച്ചാൽ. അപ്പൊ ഇതൊരു നല്ല അടിപൊളി സക്സസ് ആയിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്റെ മുഖം ഇവിടെ കാണാം. ലാസ്റ്റ് ഇറക്കി വിടുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു പേരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ പെയിന്റിംഗ് ടീം ഉണ്ടായിരുന്നു. അവര് അതിൽ അലി എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരോ? അദ്ദേഹം എറണാകുളത്താണോ? ഇല്ല. സാം ഉണ്ടോ? ഇല്ല. ഓക്കെ. അവരും ഇതുപോലെ തന്നെ ഞാൻ നന്ദി പറയാൻ വിട്ടുപോയതാണ്. ഇന്നലെ രാത്രിയിലൂടെ ഒരു ചെറിയ ടച്ച് ചെയ്യണം ചേട്ടാന്നൊക്കെ പറഞ്ഞ രാത്രി ഓടി എറണാകുളത്ത് നിന്ന് വന്ന് രാത്രി 12 മണി വരെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് പോയതാണ് ആ ചേട്ടൻ. അപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് ഒരു അഡീഷൻ എന്ന് പറയാവുന്നത് ലിജോ ആണ്. ലിജോ ആക്ച്വലി ഒരു നമ്മുടെ കോസ്മെറ്റിക് ഗ്രൂപ്പിന്റെ ഒരു ഹെഡാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. ലിജോ ഒന്ന് കൈ കാണിക്കും എല്ലാവരും ഒന്ന്. ലിജോയാണ് എനിക്ക് ആക്ച്വലി എല്ലാ സപ്പോർട്ടും ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സലോൺ ഇൻഡസ്ട്രി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്. പക്ഷെ ലിജോ ആണ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വന്നത്. ഒപ്പം നമ്മുടെ ചേർത്തല ഇനവിലിൻ്റെ ദേവി എത്തിയിട്ടുണ്ട്. എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രയാൺ ഡിസൈൻസ് ആണ്. അഞ്ജു എത്തിയിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പം അഞ്ജുവിനൊരു സ്പെഷ്യൽ താങ്ക്സ്. അഞ്ജു ഇന്നലെ 12 മണി വരെ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും TV-യിലൂടെ കണ്ട് പരിചയിച്ച ഒരു വലിയ സെലിബ്രിറ്റി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ വലിയ സെലിബ്രിറ്റിയെ കൂടെ ഞാനൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ആളുടെ പേര് പറയുന്നതിനേക്കാളും ആളുടെ വൈറലായ ഒരു വീഡിയോയുടെ ഒരു ഇത് ഞാൻ പറയാം. ഒരു കോഴിയമ്മയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ആ കോഴിയമ്മയുടെ കുട്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഓടി വായോ. ഷഹാനൻ വരും. മാളൂട്ടി ഷഹാനൻ മാളൂട്ടിയുടെ അപ്പ വരൂ ചക്കരേ. ഞങ്ങൾക്കൊരു അപ്പുണ്ട് ഇവളുടെ കൂടെ എപ്പോഴും. എവിടെ അപ്പു?
വരാം. അതാണ് അപ്പു. അപ്പുനെ ഇടയ്ക്ക് കാണുന്നില്ലായിരുന്നു. ഇടയ്ക്ക് അപ്പു എവിടെയോ പോയി. പിന്നെ ഞങ്ങൾ എൻ്റെ അമ്മ സൂപ്പറുടെ സമയത്ത് ഞാനൊരു മാജിക് ഒക്കെ കാണിച്ച ഒരു ദിവസം അപ്പുനെ ഞാൻ തിരിച്ചു കൊടുത്തു അല്ലേ? ഇപ്പൊ എന്താണെന്നറിയോ, അപ്പു ഫിലിം സ്റ്റാർ ആണ്. നസ്രിയയുടെ ബേസിലും അഭിനയിക്കുന്ന പടത്തില് മാളുട്ടിയുടെ കൂടെ ഒരു പ്രധാന വേഷത്തിൽ അപ്പു ഉണ്ട്. അപ്പു എല്ലാവരും ഹായ് പറയാൻ അപ്പുനോട്. എന്ത് പറയാനില്ല, എല്ലാവരും ഹായ് പറഞ്ഞ കാണുന്നുണ്ടോ? എല്ലാവർക്കും സുഖമാണോ? കോഴിയമ്മയുടെ പറഞ്ഞു മടുത്തിരിക്കാണ്. കോഴിയമ്മയെടുത്ത് ഞാൻ കിണറ്റിലിട്ടു എന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞാലോ? അറിയാമോ ചേച്ചി വേണ്ടിയിട്ട് ഫ്രണ്ട് വന്നതാലും എന്നെ കാണുള്ളൂ എല്ലാവരും. ഇവിടെ വാ. ആ പറഞ്ഞോ. ഒരു കോഴിയമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് അപ്പ കോഴിമ വിളിക്കുമ്പോ വരുന്നു അപ്പ കോഴിമ അക്ഷരത്തിൽ പറഞ്ഞു വിളിക്കുമ്പോ വരുന്നു വിളിക്കുമ്പോ അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്റെ പേര് നടിക്കോ, എന്റെ പേര് നടിക്കോ. താങ്ക് യു. നീ എവിടെ പറയില്ലാന്ന് പറഞ്ഞതാ മോള് അല്ലേ? കുഞ്ഞ് ഷഹാന എൻ്റെ അമ്മ സൂപ്പറിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ആക്ച്വലി മാളൂട്ടി ആണ് തിളങ്ങിയതെങ്കിലും ഷഹാനും മാളൂട്ടിയുടെ അബ്ബയും മുബിയും മാളൂട്ടിയുടെ കൂടെ കറക്റ്റ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. മാളൂട്ടിയാണ് എൻ്റെ അമ്മ സൂപ്പറിലൂടെയാണ് മാളൂട്ടി ഇപ്പൊ സ്റ്റാർ ആയത്. ഇപ്പം തിരക്കിട്ട് അഭിനയിച്ച് ഓടി നടക്കാണ്. ഇന്നിവിടെ വരാൻ പറ്റും, ഞാൻ ഡേറ്റ് നോക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ നസ്രിയുടെ മോളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒന്ന് ഡേറ്റ് നോക്കട്ടെ എന്നൊക്കെ അല്ലേ? ചുമ്മാ പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കട്ടെ, കാര്യം കൊടുക്കട്ടെ. താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റ് ടിവിക്ക് നോക്കി വെച്ചാൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു വരുന്നത്. ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഇങ്ങനെയൊക്കെ തുടങ്ങിയത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജാന മാത്രമല്ല, എൻ്റെ അമ്മ സൂപ്പർ ടീം എല്ലാവരും പലരും പല സ്ഥലത്തുള്ളവരാണ്. അവരൊക്കെ ഞാൻ ഇടുന്ന പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് അവരെയൊക്കെ ഈ അവസരത്തിൽ നോക്കാം അല്ലേ? ഒരു ചെറിയ ആരെങ്കിലും പറയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഈ ഒരു ഇവന്റിൽ എത്തിച്ചേർന്ന ഇന്ന് വർക്കിംഗ് ഡേ കൂടെയാണ്. അപ്പം എന്നിട്ടും ഈ ഒരു ഇവന്റിൽ ഈ ഒരു ഉദ്ഘാടന കർമ്മത്തിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നേരത്തെ പറഞ്ഞ പോലെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും അറിഞ്ഞു. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് അത് സാധിച്ചത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം. എല്ലാവരും ചോദിച്ചു, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണോ ഇവിടെ? ഭയങ്കര പ്രീമിയം അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ചെറുപ്പക്കാരെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളെല്ലാവരും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. നമസ്കാരം. താങ്ക് യു. ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഇല്ലാതെ ഇന്നത്തെ എനിക്ക് അവിടെ അങ്ങോട്ടേക്ക് പെട്ടെന്നൊരു ഇത് കിട്ടില്ല. കാര്യം വുമൻസിനെ മാത്രമാണ് നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. BNI ഫാമിലി എത്തിയിട്ടുണ്ട്. റോട്ടറി ക്ലബിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി പറയണം. താങ്ക് യു. ഒരാളെ കൂടെ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ നൽകുന്നത് നമ്മുടെ സ്വന്തം ജെയിംസ് ചേട്ടനാണ്. വേസൈഡിൽ ജെയിംസ് ചേട്ടൻ നമുക്ക് ഫാമിലിയാണ്.
ഒരു 2 പേർക്കുള്ള ഭക്ഷണമാണെങ്കിലും 200 പേർക്കുള്ള ഭക്ഷണമാണെങ്കിലും അതിൽ ജയിച്ചൊരു ചേട്ടൻ ഒരു കയ്യൊപ്പുണ്ടാവും. അത്ര രുചികരമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് നമ്മൾ വേറൊരു സ്ഥലം നോക്കി പോവാറില്ല. ജയിച്ചൊരു ചേട്ടാ താങ്ക് യു. ഈ പറഞ്ഞതൊക്കെ നമുക്ക് പിന്നെ ഒരിക്കൽ കൂടി നന്ദി. പിന്നെ അരുണിന് ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയുന്നത് ഭയങ്കര ബോറാണ്. അതുകൊണ്ട് പക്ഷേ അരുണിൻ്റെ ഒരു എന്താ പറയുക ബാക്ക് സപ്പോർട്ട് ഇല്ലാതെങ്കിൽ നടക്കില്ല. ഇതിൽ ഞാൻ എൻ്റെ പകുതി കൂടുതൽ ടെൻഷൻ എന്നേക്കാൾ അടിച്ചത് അരുണാണ്. ഇന്നത്തെ രാത്രി ഇപ്പോൾ വരുമ്പോൾ മതി നമുക്ക് പോയി കിടന്നിട്ട് തന്നെ 2 മണിക്കൂർ നമുക്ക് ഉറങ്ങിയിട്ട് തരാം എന്ന് പറഞ്ഞാൽ ഇത്രയും കുറച്ച് നാളുകളായിട്ട് എൻ്റെ കൂടെ നിന്നതിന് താങ്ക് യു. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇവർക്കിൻ്റെ ആയിട്ടും ചേച്ചിയുടെ ഒരു സംരംഭം എല്ലാവരും അനുഗ്രഹിക്കാനും ആശംസിക്കാനായിട്ട് എത്തിയ എല്ലാവർക്കും നന്ദി. ഇനി ഈ ഒരു സംരംഭത്തിന് സക്സസ് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും ഇവരുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറയുവാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. ഓൺലൈൻ മീഡിയ നിങ്ങൾ വന്നതിന് നന്ദി. എല്ലാവരും എറണാകുളമുള്ളവരാണ്, ഞാൻ വിട്ടുപോയതാണ്. എല്ലാ ഓൺലൈൻ മീഡിയയിൽ എത്തിച്ചേർന്ന് ഇത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഇവിടെ എത്തിച്ചേർന്നതിന്. താങ്ക് യു. അപ്പോൾ പരിപാടികൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ദൈവത്തിൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ കേൾക്കാത്ത